ഈ വീടിന്റെ ഡിസൈനിൽ ക്ലയന്റ് ഏറ്റവും വലിയ ഒരു ആവശ്യം എന്ന് പറയുന്നത് വീടിനകത്ത് എല്ലാ സ്പേസിലും മാക്സിമം പ്രൈവസി ലഭിക്കണം എന്നുള്ളതായിരുന്നു. അതായത് മറ്റു സ്പേസിൽ നിന്ന് ഒരു പെർട്ടിക്കുലർ സ്പേസിലേക്ക് നല്ല പ്രൈവസി കിട്ടുന്ന രീതിയിലായിരിക്കണം വീട് പ്ലാൻ ചെയ്യേണ്ടത് എന്നുള്ളതായിരുന്നു ക്ലയന്റിന്റെ ഒരാവശ്യം. അത്തരത്തിൽ പ്രൈവസിക്ക് മാക്സിമം ഇമ്പോർട്ടൻസ് നൽകിയിട്ടാണ് ഈ വീടിന്റെ കോൺസെപ്റ്റിനെ ഡെവലപ്പ് ചെയ്തിരിക്കുന്നത്. ഹലോ ഫ്രണ്ട്സ്, ഞാൻ റമീസ് അലി. എല്ലാവർക്കും എൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. എന്തൊക്കെ വിശേഷം? സുഖല്ലേ? എൻ്റെ കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ ഡിസ്കസ് ചെയ്തിരുന്നത് തലശ്ശേരിയിൽ ഞാൻ നിർമ്മിക്കുന്ന 2 വീടുകളെ പറ്റിയാണ്. ഒരേ പ്ലോട്ടിൽ നിർമ്മിക്കുന്ന 2 വീടുകളെ പറ്റി ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ തന്നെ പറയുകയുണ്ടായി. അത് നിർമ്മിക്കുന്ന 2 സഹോദരങ്ങൾക്ക് വേണ്ടിയിട്ടാണെന്നും ഈ 2 വീടുകൾ നിർമ്മിക്കുന്നത് ഒരേ പ്ലോട്ടിലാണെന്നുള്ള കാര്യങ്ങളൊക്കെ. അപ്പം ആ വീഡിയോയുടെ തന്നെ പാർട്ട് 2 ആയിട്ടാണ് ഈ വീഡിയോ ചെയ്യുന്നത്. ഇപ്പം നിങ്ങൾ സ്ക്രീനിൽ കാണുന്നതാണ് ഈ നിർമ്മിക്കുന്ന 2 വീടുകൾ. അതിൽ ഈ വീടിൻ്റെ പ്ലാൻ ആയിരുന്നു ഞാൻ എൻ്റെ കഴിഞ്ഞ വീഡിയോയിൽ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്തത്. ഈ വീഡിയോയിൽ ഞാൻ നിങ്ങൾക്കായിട്ട് ഷെയർ ചെയ്യുന്നത് ഈ പർട്ടിക്കുലർ വീടിൻ്റെ പ്ലാനാണ്. ഈ വീട് 4 ബെഡ്റൂമുകൾ അടങ്ങിയ 2526 സ്ക്വയർ ഫീറ്റ് വരുന്ന ഒരു വീടാണ്. ഈ വീടിൻ്റെ ഡിസൈനിൽ ക്ലയന്റ് ഏറ്റവും വലിയ ഒരു ആവശ്യം എന്ന് പറയുന്നത് വീടിനകത്ത് എല്ലാ സ്പേസിലും മാക്സിമം പ്രൈവസി ലഭിക്കണം എന്നുള്ളതായിരുന്നു. അതായത് മറ്റു സ്പേസിൽ നിന്ന് ഒരു പെർട്ടിക്കുലർ സ്പേസിലേക്ക് നല്ല പ്രൈവസി കിട്ടുന്ന രീതിയിലായിരിക്കണം വീട് പ്ലാൻ ചെയ്യേണ്ടത് എന്നുള്ളതായിരുന്നു ക്ലയന്റിന്റെ ഒരാവശ്യം. അത്തരത്തിൽ പ്രൈവസിക്ക് മാക്സിമം ഇമ്പോർട്ടൻസ് നൽകിയിട്ടാണ് ഈ വീടിന്റെ കോൺസെപ്റ്റിനെ ഡെവലപ്പ് ചെയ്തിരിക്കുന്നത്. ഈ വീടിന്റെ ഗ്രൗണ്ട് ഫ്ലോറിൽ 2 ബെഡ്റൂംസും ഫസ്റ്റ് ഫ്ലോറിൽ 2 ബെഡ്റൂംസ് ആണ് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ നമുക്ക് ഈ വീടിന്റെ പ്ലാൻ നോക്കാം. ഇപ്പോൾ നിങ്ങൾ സ്ക്രീനിൽ കാണുന്ന വീടിന്റെ ഗ്രൗണ്ട് ഫ്ലോർ പ്ലാൻ ആണ്. ഗ്രൗണ്ട് ഫ്ലോറിൽ ഒരു കാർ പോർച്ച് ഈ ഭാഗത്തായി നൽകിയിരിക്കുന്നു. കാർ പോർച്ച് കടന്ന് നമ്മൾ വീടിനകത്തേക്ക് കയറുമ്പോൾ നമ്മൾ ആദ്യം എത്തിച്ചേരുന്നത് ഈ സിറ്റ് ഔട്ടിലേക്കാണ്. സിറ്റ് ഔട്ടിൽ നിന്ന് നമ്മൾ വീടിനകത്ത് കയറുമ്പോൾ ഫസ്റ്റ് എത്തുന്നത് ഈ ഫോയറിലേക്കാണ്. ഈ ഫോയറിന്റെ ലെഫ്റ്റ് സൈഡിലായിട്ട് ഒരു കോർട്ട്യാർഡ് കൊടുത്തിട്ടുണ്ട്. ഫോയറിൽ നിന്ന് നമുക്ക് ലെഫ്റ്റ് സൈഡിലേക്ക് പോവുകയാണെങ്കിൽ ലിവിംഗ് റൂമിലേക്കും റൈറ്റ് സൈഡിലേക്ക് പോവുകയാണെങ്കിൽ ഡൈനിങ്ങിലേക്കും എത്തിച്ചേരാവുന്നതാണ്. അതിൽ ലിവിംഗ് റൂം ഇതാണ്. ഈ ലിവിംഗ് റൂം അത്യാവശ്യം സ്പേഷ്യസ് ആയിട്ടുള്ള ഒരു ലിവിംഗ് റൂമാണ്. ലിവിംഗ് റൂമിലേക്ക് നല്ല വെളിച്ചം കാറ്റും ലഭിക്കാനായിട്ട് വിൻഡോസ് എല്ലാം ആവശ്യത്തിന് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. വീടിൻ്റെ സെൻട്രൽ ഭാഗത്തായിട്ടാണ് ഡൈനിങ് കൊടുത്തിരിക്കുന്നത്. ഡൈനിങ്ങിനോട് ചേർന്ന് തന്നെ ഒരു വാഷ് ഫെസിലിറ്റി ഇവിടെ നൽകിയിരിക്കുന്നു. ഡൈനിങ്ങിൽ നിന്ന് വീടിൻ്റെ പുറത്തേക്ക് പോകാനായിട്ട് ഒരു ഡോക്കം വിൻഡോ ഇവിടെ പ്രൊവൈഡ് ചെയ്തിരിക്കുന്നു. ഡൈനിങ്ങിനോട് ചേർന്ന് തന്നെ ഒരു കിച്ചൺ കൊടുത്തിട്ടുണ്ട്. കിച്ചണോട് ചേർന്ന് ഒരു വർക്ക് ഏരിയയും അതേപോലെ തന്നെ ഒരു സ്റ്റോർ റൂമും പ്രൊവൈഡ് ചെയ്തിരിക്കുന്നു. വർക്ക് ഏരിയയിൽ നിന്ന് വീടിൻ്റെ പുറകുവശത്തേക്ക് പോകാനായിട്ട് ഒരു ഡോർ ഇവിടെ കൊടുത്തിട്ടുണ്ട്. നല്ല വെളിച്ചവും കാറ്റും ലഭിക്കുന്ന രീതിയിലാണ് കിച്ചൺ പ്രൊവൈഡ് ചെയ്തിട്ടുള്ളത്. ഗ്രൗണ്ട് ഫ്ലോർ മൊത്തം 2 ബെഡ്റൂംസ് ആണ് പ്രൊവൈഡ് ചെയ്തിട്ടുള്ളത്. അതിൽ ഒന്നാമത്തെ ബെഡ്റൂം ഇതാണ്. ഈ ബെഡ്റൂം അത്യാവശ്യം സ്പേഷ്യസ് ആയിട്ടുള്ള ഒരു ബെഡ്റൂമാണ്. ബെഡ്റൂമിനോട് ചേർന്ന് അറ്റാച്ച്ഡ് ആയിട്ട് ഒരു ടോയ്ലറ്റ് കൊടുത്തിരിക്കുന്നു. ബെഡ്റൂമിലേക്ക് നല്ല വെളിച്ചം കാറ്റും ലഭിക്കാനായിട്ട് വിൻഡോസ് എല്ലാം ആവശ്യത്തിന് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. ഗ്രൗണ്ട് ഫ്ലോറിലെ മാസ്റ്റർ ബെഡ്റൂം എന്ന് കണക്കാക്കാവുന്ന ബെഡ്റൂം ഇതാണ്. ഈ ബെഡ്റൂമിനോട് ചേർന്ന് അറ്റാച്ച്ഡ് ആയിട്ട് ഒരു ഡ്രസ്സിംഗ് റൂം, ടോയ്ലറ്റ് എന്നിവ നൽകിയിരിക്കുന്നു. നല്ല വെളിച്ചവും കാറ്റും ലഭിക്കാനായിട്ട് ആവശ്യത്തിന് വിൻഡോസ് ഈ ബെഡ്റൂമിൽ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. വീടിന്റെ ഒത്ത മധ്യത്തിലായിട്ടാണ് സ്റ്റെയർ കേസ് പ്രൊവൈഡ് ചെയ്തിട്ടുള്ളത്. സ്റ്റെയർ കേസിന്റെ ലാൻഡിങ്ങിന്റെ താഴെയായിട്ട് ഒരു പ്രയർ റൂം കൊടുത്തിട്ടുണ്ട്. പ്രയറിലേക്ക് ആവശ്യമായിട്ടുള്ള അബ്ലൂഷൻ ഫെസിലിറ്റി ഇവിടെയാണ് പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത്. ഇത്രയുമാണ് ഗ്രൗണ്ട് ഫ്ലോറിൽ നൽകിയിട്ടുള്ള സൗകര്യങ്ങൾ. ഇന്ന് നമുക്ക് ഫസ്റ്റ് ഫ്ലോർ പ്ലാൻ നോക്കാം. ഗ്രൗണ്ട് ഫ്ലോറിൽ നിന്ന് ഫസ്റ്റ് ഫ്ലോറിലേക്ക് സ്റ്റെയർ കയറി വരുമ്പോൾ സ്റ്റെയർ കേസിന്റെ ലാൻഡിങ്ങിൽ ഒരു സ്റ്റഡി ഏരിയ പ്രൊവൈഡ് ചെയ്തിരിക്കുന്നു. ഫസ്റ്റ് ഫ്ലോറിൽ ഒരു അപ്പർ ലിവിംഗ് സ്പേസ് ഇവിടെ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. ഈ അപ്പർ ലിവിംഗിനോട് ചേർന്ന് തന്നെ ഡൈനിങ് ഏരിയയിലേക്ക് ഒരു സീൻ ബിലോ ഇവിടെ കൊടുത്തിരിക്കുന്നു. ഫസ്റ്റ് ഫ്ലോറിലും ഗ്രൗണ്ട് ഫ്ലോറിലെ പോലെ തന്നെ 2 ബെഡ്റൂംസ് ആണ് പ്രൊവൈഡ് ചെയ്തിട്ടുള്ളത്. അതിൽ ഒന്നാമത്തെ ബെഡ്റൂം ഇതാണ്. ഈ ബെഡ്റൂമിനോട് ചേർന്ന് അറ്റാച്ച്ഡ് ആയിട്ട് ഒരു ടോയ്ലറ്റ് കൊടുത്തിരിക്കുന്നു. ബെഡ്റൂമിലേക്ക് നല്ല വെളിച്ചവും കാറ്റും ലഭിക്കുന്ന രീതിയിലാണ് വിൻഡോസ് പൊസിഷൻ ചെയ്തിട്ടുള്ളത്. ഫസ്റ്റ് ഫ്ലോറിലെ 2ാമത്തെ ബെഡ്റൂം ഇതാണ്. ഈ ബെഡ്റൂം താഴത്തെ മാസ്റ്റർ ബെഡ്റൂമിന്റെ അതേ സൈസിലുള്ള ബെഡ്റൂം തന്നെയാണ്. ഈ ബെഡ്റൂമിലേക്കും അറ്റാച്ച്ഡ് ആയിട്ട് ഒരു ഡ്രസ്സിംഗ് ഏരിയ, ടോയ്ലറ്റ് കൊടുത്തിരിക്കുന്നു. ബെഡ്റൂമിലേക്ക് നല്ല വെളിച്ചവും കാറ്റും ലഭിക്കുന്ന രീതിയിലാണ് വിൻഡോസ് പൊസിഷൻ ചെയ്തിട്ടുള്ളത്. ഫസ്റ്റ് ഫ്ലോറിൽ വീടിന്റെ ഫ്രണ്ട് സൈഡിലായിട്ട് ഒരു ഗാർഡൻ കം ഓപ്പൺ ടെറസ് ഏരിയ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. അതേപോലെ തന്നെ വീടിന്റെ പുറകുവശത്തും ഒരു ഓപ്പൺ ടെറസ് നമുക്ക് ലഭിക്കുന്നുണ്ട്. ഈ ഓപ്പൺ ടെറസിൽ കോർട്ട്യാർഡിന്റെ മുകളിലായിട്ട് ഗ്ലാസ് ആണ് പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത്. ഇതുവഴി കോർട്ട്യാർഡിലേക്കും ഫോയറിലേക്കും നല്ല വെളിച്ചം നമുക്ക് ലഭിക്കുന്നതാണ്. ഇത്രയുമാണ് ഗ്രൗണ്ട് ഫ്ലോറിലും ഫസ്റ്റ് ഫ്ലോറിലും നൽകിയിട്ടുള്ള സൗകര്യങ്ങൾ.
ഈ വീടിന്റെ ഗ്രൗണ്ട് ഫ്ലോർ ഏരിയ 1574 സ്ക്വയർ ഫീറ്റും ഫസ്റ്റ് ഫ്ലോർ ഏരിയ 782 സ്ക്വയർ ഫീറ്റും കാർ പോർച്ച് ഏരിയ 107 സ്ക്വയർ ഫീറ്റുമാണ്. ടോട്ടലായിട്ട് 2526 സ്ക്വയർ ഫീറ്റാണ് വരുന്നത്. ഈ വീടിന്റെ ബഡ്ജറ്റ് കണക്കാക്കുന്ന ഏകദേശം 42 ലക്ഷം രൂപയാണ്. അപ്പം ഈ വീടും പ്ലാനും എല്ലാം നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ പ്ലീസ് ലൈക്ക് ആൻഡ് ഷെയർ ദ വീഡിയോ ആൻഡ് സബ്സ്ക്രൈബ് ടു ദ ചാനൽ. താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ്. ദിസ് ഈസ് റമീസ് സൈനിങ് ഓഫ്.